നമസ്കാരം. ഇസ്രായേലിനെ എല്ലായ്പ്പോഴും ആക്രമിക്കുന്നതിൽ മുന്നിൽ നിന്നിരുന്ന ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള. ലെബനൻ ആസ്ഥാനമാക്കിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ വരുന്ന ചില വാർത്തകൾ ഹിസ്ബുള്ള നേതൃത്വത്തെ തന്നെ ഞെട്ടിപ്പിച്ചവയാണ്. ഹിസ്ബുള്ളയുടെ പ്രമുഖരായ പല നേതാക്കളും പെട്ടെന്ന് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു. അതുപോലെ ഹിസ്ബുള്ളയുടെ പ്രധാന കമാൻഡർമാർ കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ലെബനൻ വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. ഏതായാലും ഇസ്രായേൽ തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്ന് അവർക്ക് അറിയാമെങ്കിലും ഇവർക്ക് ഈ വിവരങ്ങൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാവരും തന്നെ വധിക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്ന, ഇവർ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ള വിവരങ്ങൾ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ആരൊക്കെയോ ലെബനനിലുണ്ട് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി അവർ നിരന്തരമായി അന്വേഷണം നടത്തുന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള നേതാവിനെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. ഇയാൾ മൊസാദിൻ്റെ, അതായത് ഇസ്രായേലിൻ്റെ ചാരസംഘടനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാരനായിരുന്നു എന്നാണ് പിന്നീട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. ഇയാൾ ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദിൻ്റെ ഒരു ഏജൻ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹിസ്ബുള്ളയുടെ 4 പ്രധാനപ്പെട്ട, അതായത് മുതിർന്ന 4 കമാൻഡർമാരെ വധിക്കുന്നതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതും അവർ ഇപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ള വിവരം ചോർത്തി കൊടുത്തതുമെല്ലാം തന്നെ ഇയാളാണ് എന്നാണ് ഇപ്പോൾ ലെബനീസ് സർക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ലോകത്ത് അവർ നുഴഞ്ഞു കയറാത്ത ഒരു സ്ഥലവുമില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം ഈ തെക്കൻ ലെബനൻകാരനായ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിൽ തന്നെ താമസിക്കുന്ന ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഈ മനുഷ്യനെ അവർ ഇതിനായി കണ്ടെത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. ലെബനിൽ കുറേ നാളുകളായി കടുത്ത തോതിലുള്ള സാമ്പത്തിക അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. വലിയ ദാരിദ്ര്യമാണ് പല ഭാഗങ്ങളിലും. ഇത് മുതലെടുത്തുകൊണ്ടാണ് മൊസാദ് അവിടെയുള്ള പല ആളുകളെയും ഓൺലൈനിലൂടെ തങ്ങളുടെ ചാരന്മാരാവാൻ ക്ഷണിക്കുകയും അങ്ങനെ അവരുമായി അടുത്ത ബന്ധം പുലർത്തുകയും തുടർന്ന് ഇവർ വലിയ തോതിലുള്ള പണം കൈപ്പറ്റിക്കൊണ്ട് ഈ നേതാക്കന്മാർ എവിടെയാണുള്ളത് എന്നും ഇവരുടെ ശക്തിയും ദൗർബല്യമൊക്കെ എന്താണ് എന്നുമുള്ള കാര്യം വളരെ കൃത്യമായി മൊസാദിനെ അറിയിക്കുന്നത്. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ വ്യക്തിയുടെ പേരോ വിശദാംശങ്ങളൊന്നും തന്നെ അവർ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഇയാൾക്ക് വളരെ കടുത്ത ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം പണ്ട് മുതൽ തങ്ങളുടെ ശത്രുവായി ഇസ്രായേലുമായി ബന്ധം പുലർത്തുന്നവരെയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നവരെയൊക്കെ തന്നെ 25 വർഷം തടവ് ശിക്ഷ വിധിക്കുന്നതാണ് ലെബനനിലെ രീതി. ഇയാൾ തെക്കൻ ലെബനൻ സ്വദേശിയാണ് എങ്കിലും ഇയാളുടെ ഭാര്യ ഇറാഖുകാരിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇയാൾ നിരന്തരമായി തുർക്കിയിലേക്ക് മറ്റ് സന്ദർശനം നടത്തുന്നുണ്ടായിരുന്നു. ഇക്കുറി ഇയാൾ പിടിയിലായത് ബെയ്റൂട്ടിലെ വിമാനത്താവളത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ഇയാൾ ഇറാഖിലേക്ക് പോകാനായി വിമാനത്തിൽ കയറാൻ എത്തുമ്പോഴാണ് പിടിയിലായത്. ഇയാൾ അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോകാനായി വിമാനത്തിൽ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഇയാൾ നേരത്തെ നിരവധി തവണ തുർക്കിയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ലെബനീസ് സർക്കാർ മനസ്സിലാക്കുന്നത്. അവിടെ തുർക്കിയിൽ വെച്ചാണ് ഇയാൾ മൊസാദിൻ്റെ പ്രധാനപ്പെട്ട ഏജൻറ്റുമാരെ കണ്ടുമുട്ടുന്നതും ഈ വിവരങ്ങൾ അവർക്ക് കൈമാറുന്നതും അതിന് പകരമായി പണവും മറ്റ് ഉപഹാരങ്ങളുമൊക്കെ പ്രതിഫലമായി നേടുന്നതുമൊക്കെ ഈ തുർക്കിയിൽ വെച്ചാണ് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തുർക്കി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരുപക്ഷെ ഇതിന് അവർക്കേറെ സഹായകരമായി മാറിയിരിക്കാം. എന്താണെങ്കിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ്. കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു വാർത്ത പുറത്തു വന്നത്, ഇറാനിലെ മുൻ പ്രസിഡൻ്റായ നജാദ് പോലും മൊസാദിൻ്റെ ഏജൻ്റായിരുന്നു എന്ന്, അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരപ്പണി നടത്തുന്ന ആളായിരുന്നു എന്ന്. ഈ നജാദ് ഇപ്പോൾ വീട്ടുകളങ്കലിലാണ്. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിവരം പുറത്തു വരുന്നത്. ഹിസ്ബുള്ളയുടെ തന്നെ പ്രാദേശിക നേതാവായിരുന്ന ഒരാൾ അതേസമയം തന്നെ മൊസാദിൻ്റെയും ചാരനായിരുന്നു എന്നുള്ളത്. ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള നാളുകളിലൊക്കെ തന്നെ ഹിസ്ബുള്ള നേതൃത്വത്തിൽ പോലും പരസ്പര വിശ്വാസമില്ലാതാക്കാൻ ഒരുപക്ഷെ ഇതേറെ കാരണമാകും എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. കാരണം ഇത് ആരെയാണ് ഇനി അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുക എന്നുള്ള സംശയത്തിലാണ് ഇപ്പോൾ എല്ലാവരും. ഒരാളും മറ്റൊരാളിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴുണ്ട്. ഇതേ സ്ഥിതി തന്നെയാണ് ഇറാനിലുമുള്ളത്. ടെഹ്റാനിൽ വ്യാപകമായി തന്നെ മൊസാദിന് ഏജൻ്റുമാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇറാൻ്റെ ഓരോ നീക്കങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെ അറിയിക്കാൻ അത്ര പ്രമുഖരല്ലാത്ത സാധാരണക്കാരായ വ്യക്തികളെ പോലും അവർ ഇതിന് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഹിസ്ബുള്ളയുടെയും അതുപോലെ ഹമാസിൻ്റെയും ഹൂത്തി വിമതരുടെയും ഇറാൻ്റെയും ഒക്കെ തന്നെ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു റിപ്പോർട്ട് വിരൽ ചൂണ്ടുന്നത്. എന്താണെങ്കിലും ഈ പിടിയിലായ വ്യക്തിയുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടാനുള്ള സാധ്യതയില്ല എന്ന് മാത്രമല്ല, ഇയാൾ ആരുടെയൊക്കെ വധത്തിനാണ് ഉത്തരവാദിയായത് എന്നുള്ള കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട കമാൻഡർമാരുടെ പേരും വിശദാംശങ്ങളോ പോലും ഇപ്പോൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നാണ് ലെബനീസ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്.